ഇതാണ് ചോദിച്ചത്. അപ്പൊ ചില ആളുകൾ അറിയാം, ചില ആളുകൾ വാ തുറന്നാല് അയാൾ വിഡ്ഢിയാണോ, നല്ല രീതിയിൽ വേഷവിധാനമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവര് വാ തുറക്കുമ്പോ നമുക്കറിയാം അയാള് എന്താണ് അയാളുടെ അവസ്ഥ എന്നുള്ളത്. അപ്പോ അതേപോലെ ഇരിപ്പും നടപ്പും ലൗകിക കാര്യങ്ങളിലൊക്കെ എങ്ങനെ അവര് ഇടപഴകുന്നു, ഇന്ദ്രിയ വിഷയങ്ങളോടൊക്കെ എങ്ങനെ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. 55-ാമത്തെ ശ്ലോകം. ഭഗവാൻ ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഭഗവാൻ ഈ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവർക്കുണ്ടാവുന്ന അതല്ലാത്തവർക്ക് അവർക്കുണ്ടാവുന്ന അവരുടെ സവിശേഷതകൾ അതന്നെ അതൊക്കെ കുറിച്ചാണ് ഈ അധ്യായം ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ ഓരോന്ന് നമുക്ക് നോക്കാം. പ്രജ പ്രജാഹാതി യഥാ കാമാൻ സർവാൻ പാർത്ത മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ത, ആ അർജുനനെ വിളിക്കുകയാണ്. മനക്കൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിക കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. അതായത് ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ കഠിനാണെങ്കിലും അത് ഭക്തിയോഗത്തിലൂടെ സാധ്യമാണ്. കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഇന്ദ്രിയാസക്തി നിലച്ചു പോകും. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹേ പാർത്ത, മനക്കൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഇന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം ഇന്ദ്രിയാഭിലാഷങ്ങളൊക്കെ നമ്മള് നമുക്ക് പലതരത്തിലുള്ള കാണാനും അനുഭവിക്കാനും കേൾക്കാനും പല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയ സംതൃപ്തി വരുത്താൻ പല പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അതിനൊക്കെ നമ്മൾ ത്യജിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മനസ്സ് ശുദ്ധി. അപ്പൊ തന്നെ എന്താവും? അതൊക്കെ ത്യജിക്കുമ്പോഴേ നമ്മുടെ മനസ്സ് അതിനൊക്കെ വിട്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ആത്മാവ് ഒരു സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴേ ഒരാള് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അങ്ങനെയുള്ള ഒരാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അപ്പൊ എന്താണ് അതിന് മെയിൻ ഇതുള്ളത്? ഇങ്ങനെയുള്ള ഭൗതികമായുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ത്യജിക്കാം. എന്നിട്ട് എന്താണ് നമ്മള് മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഭഗവാനില് സമർപ്പിക്കുക. അപ്പൊ എങ്ങനെയാ അത് അങ്ങനെ ഭഗവാനില് സമർപ്പിക്കാന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഈ ഒരു ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വായക്ക് രസമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കും, മത്സ്യമാംസാദികൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അവിഹിതമായുള്ള കാര്യങ്ങളിൽ പോകും, അല്ലെങ്കിൽ വർണ്ണശബളമായുള്ള ഒരു ജീവിതം, അടിച്ചുപൊളിച്ചുള്ള ഒരു ജീവിതം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ആ തൽക്കാലമായുള്ള സുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതേ സമയം നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനം ഒക്കെ കിട്ടുന്ന കാര്യം എന്താണോ അതിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ട് അതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കുക. അതായത് ഇങ്ങനെ ഭഗവാനുമായുള്ള ഒരു ബന്ധത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ജാന ജാനകുമാരി ജാനകുമാരി കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സുറപ്പിക്കുമ്പോഴേ എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാകുന്നു. നമുക്ക് ഈ ഇതിന്നെല്ലാം നമുക്കൊരു മുക്തി ലഭിക്കും. അപ്പോ അപ്പൊ അതാണ് ഭഗവാൻ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഐന്ദിക വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുമാറി മനസ്സ് ശുദ്ധീകരിക്കാനുള്ള മാർഗം നോക്കണം. അപ്പോ അങ്ങനെ എങ്ങനെയോ പിന്നെ മനസ്സ് ഭഗവാനില് സമർപ്പിക്കുക. നമ്മൾ ഭക്തിപരമായ സേവന ആരെയും വേഗത്തിൽ അതീന്ദ്രിയ പ്രജ്ഞാതലത്തിലേക്ക് ഉയരുവാൻ സഹായിക്കും. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഈ ഭൗതികമായുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം കുറയും. പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പൂർണ്ണ വികാസം ആർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന്
സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു. ഇതാണ് പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മളുടെ മൂല സ്വരൂപം, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ജന്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാകും തോറും നമുക്ക് ഈ ഭൗതികമായുള്ള ഇതിൽ നിന്നൊക്കെ ഒരു വിരക്തി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സമാധാനം നമുക്കുണ്ടായിത്തീരും. അടുത്തത് അപ്പോ ഈ ഒരു സ്ഥിതപ്രജ്ഞനായ ഒരാള്, ഈ കൃഷ്ണാവബോധത്തിൽ അടിയുറച്ച ഒരാള് ചുറ്റുപാടുകളോടും അനുഭവങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് വീണ്ടും ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളാണ് അർജുനൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പൊ എന്താണ്? ദുഃഖേഷനുദ്വിഗ്ന മന, സുഖേഷു വിഗത സ്പൃഹ, വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്നും വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പോ എന്താണ്, എങ്ങനെയാണ് ചുറ്റുപാടുകളോട് ഇദ്ദേഹം, അല്ലെങ്കിൽ അയാളുടെ അനുഭവങ്ങളോട്, പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഇപ്പൊ ദുഃഖങ്ങൾ തന്നെ ത്രിവിധാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം, ഇങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്ക് പൊതുവിൽ ദുഃഖത്തിന് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വിഷമങ്ങള്, അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങള്, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന, ജീവാത്മാക്കളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങള്, അതങ്ങനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് തരത്തിലുള്ള ക്ലേശങ്ങള്. ആ ക്ലേശങ്ങൾക്കൊടുവിലും അങ്ങനെയുള്ള ദുഃഖങ്ങൾ, ഇങ്ങനെ ഏതു വിധത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ടായാലും അതിലൊക്കെ നമ്മുടെ മനസ്സ് യാതൊരു തരത്തിലും പ്രക്ഷുബ്ധമാവാതെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഉലയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവൻ. അതുപോലെ തന്നെ ദുഃഖം മാത്രമല്ലല്ലോ, ഇനി നമുക്ക് സുഖവും ജീവിതത്തിലുണ്ടാവും. ആ സുഖത്തിലും അമിതമായിട്ട് ആഹ്ലാദിക്കാതെ, അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഠിനമായ പ്രവർത്തിച്ച് വീണ്ടും വീണ്ടും, അല്ലെ, അത്യാഗ്രഹം, ഒന്ന് കിട്ടിയാല് 10 വേണമെന്നും 10 കിട്ടിയാൽ 100, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോവല്ലോ മനുഷ്യൻ. അപ്പൊ അതൊക്കെ വീണ്ടും വീണ്ടും എന്തായി മാറും? അതൊക്കെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കി മാറ്റും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സുഖങ്ങളിൽ കൂടുതൽ ആഹ്ലാദിക്കാതെ, ദുഃഖത്തിൽ കൂടുതൽ ഇങ്ങനെ വിഷമിച്ച് അതിൽ വീണു പോവാതെ, അതുപോലെ തന്നെ വേറെ കൂടുതൽ ആസക്തി എന്ന് വെച്ചാൽ ഗ്രീഡി, അത്യാഗ്രഹം, അതൊന്നുമില്ലാതെ, അങ്ങനെ പിന്നെ ഭയം ഇല്ലാതെ, ക്രോധം, നമുക്കൊരു ആഗ്രഹം സാധിക്കാതെ വരുമ്പോ ഉണ്ടാവുന്ന ദേഷ്യം, അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ക്രോധം, ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മാറി അതിൽ നിന്ന് വിമുക്തനാക്കാനിരിക്കുന്ന വ്യക്തികളെ എന്തെന്ന് പറയാം? അത് അവര് സ്ഥിതപ്രജ്ഞനാണ്. അപ്പൊ ഈ പറഞ്ഞ ഏതവസ്ഥയിലും എന്ത് നെഗറ്റീവായുള്ള കാര്യങ്ങൾ ഉണ്ടായാലും പോസിറ്റീവ് ആയാലും ശരി, അതിലൊക്കെ ഒരു സമചിത്തത പാലിക്കുന്ന വ്യക്തി, അവരെന്താണ്? സ്ഥിതപ്രജ്ഞൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ചുറ്റുപാടുകളോട് ഇടപഴകുന്നത്, എങ്ങനെയാണ് അതെന്നുള്ളത് നമ്മൾ കണ്ടു. സുഖങ്ങളിലും അമിതമായിട്ട് ഇത് ചെയ്യരുത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത്, അപ്പോ എന്ന് വെച്ചിട്ട് അപ്പൊ എന്താ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കണത്? ഇതൊക്കെ ഒരു കല്ല് പോലത്തെ ഒരു വികാരമില്ലാത്ത, എല്ലാതും എന്തുണ്ടായാലും അങ്ങനെ ആവണം എന്നല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വികാര വിചാരങ്ങളെ എന്ത് ചെയ്യണം? ഭഗവാൻ ചിന്തകൾക്കായിട്ട്, ഭഗവാന്റെ സേവനത്തിനായിട്ട്, അല്ലെ, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ അത് അനുഗ്രഹമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചിന്തകളെ, അല്ലെങ്കിൽ ആ വിഷമങ്ങളെ, ഇതിനൊക്കെ ഒന്ന് വഴിതിരിച്ചു വിടുക. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യേണ്ടത്. പ്ര- ഇതിനോട് എങ്ങനെ പ്രതികരിക്കേണ്ടത്? ആ അടുത്തത്, അപ്പൊ ഈ വികാരങ്ങളെ, അപ്പോ നമുക്കറിയാം ഈ അമ്പത്തി 57ാമത്തെ ശ്ലോകം യ സർവത്ര നാഭിസ്നേഹസ്തത് നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത.
ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ മനസ്സിലായോ? വീണ്ടും പറയാണ്, സ്ഥിതപ്രജ്ഞന്റെ വേറൊരു സവിശേഷത പറയുന്നതാണ്, ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. എപ്പോഴും നല്ലത് മാത്രമല്ലല്ലോ നമുക്ക് ഉണ്ടാവുന്നത്. എപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒന്നിനാലും അതൊന്നും നമ്മളെ ബാധിക്കാതെയും അവയെ പുകഴ്ത്തുകയോ നല്ലത് വരുമ്പോ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് അയാളാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ. അയാളാണ് സ്ഥിതപ്രജ്ഞൻ, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ മനസ്സുറപ്പിച്ചവൻ. 58ാമത്തെ ശ്ലോകം. ഇനി അപ്പോ എങ്ങനെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വികാരങ്ങളെ യഥാ സംഹരതേ ഛായം പൂർവോംഘാനീവ സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ നമുക്കറിയാം ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്തുണ്ടായാലും ഒരു നിർവികാരനായിട്ട് നിൽക്കുന്ന പോലെ ആയിട്ട് നമുക്ക് തോന്നും. എന്തുണ്ടായാലും ബാധിക്കാത്ത ഒരാൾ, അങ്ങനെ അതല്ല. ഇങ്ങനെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരണം. അതിനുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ആമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ ചെന്ന് പെട്ടാല് ഉടനെ തന്നെ അതെന്ത് ചെയ്യും? അതിന്റെ കൈകാലുകള്, ആദ്യം തല, കൈകാലുകൾ എല്ലാം ഉള്ളിലേക്ക് അങ്ങ് വലിച്ചിട്ട്, അതായത് അതിന്റെ പ്രതികൂലമായുള്ള ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ അത് ഉടനെ തന്നെ അതിന്റെ ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് വലിച്ച് അത് സുരക്ഷിതമാവും അല്ലെ. വെറും ഒരു കട്ട പോലെ, ഒരു പാറക്കട്ട കിടക്കണ പോലെ കിടന്നു കളയും. അപ്പൊ ആമയ്ക്ക് അതിന്റെ അപകടം തോന്നുമ്പോൾ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് പിൻവലിക്കുന്ന പോലെ തന്നെ തന്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുന്നവൻ ബുദ്ധിപരമായ ജ്ഞാനത്തിൽ ഉറച്ചവനാണ്. അവൻ സ്ഥിതപ്രജ്ഞനാണ്. അപ്പൊ ഒരാമ അപകടം മണത്തിട്ട് അതിന്റെ ഇന്ദ്രിയങ്ങൾ അതിന്റെ തോടിനുള്ളിലേക്ക് വലിച്ചു വെക്കുന്നത് പോലെ തന്നെ നമുക്കും മനസ്സിലാവണം, നമുക്ക് നമ്മൾ ഈ ഇന്ദ്രിയാസ്വാദനം വരുമ്പോൾ അത് നമുക്കൊരു അപകടം. ഇത്രയും ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതിൽ ഒരു ഇന്ദ്രിയം മതി നമ്മുടെ നാശത്തിന് കാരണമാക്കാൻ. അപ്പൊ ഒരൊറ്റ ഇന്ദ്രിയം മതി. അപ്പൊ ആ ഇന്ദ്രിയങ്ങളെ പ്രതികൂലമായുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. അത് ഭഗവാൻ തന്നെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നിരിക്കുകയാണ്. ആമ എന്താണോ ചെയ്യുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണമാണത്. അപ്പൊ അതിൽ നമുക്കറിയാം അതെന്താ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. ഇതേപോലെ ഈ പ്രഭുപാദർ വേറൊരു ഉദാഹരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വിഷപ്പാമ്പുകളായിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മളൊന്ന് ഉപമിച്ചാല് നമ്മുടെ ആ ഇന്ദ്രിയങ്ങളെ ഒരു പാമ്പാട്ടി എങ്ങനെയാണോ പാമ്പിനെ അയാളുടെ മകുടി ഊതിയിട്ട് നിയന്ത്രിച്ച് കൊട്ടയിലാക്കിയൊക്കെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ അതായത് ഒരു ഭക്തൻ പാമ്പാട്ടിയെ പോലെ തന്റെ ഇന്ദ്രിയങ്ങളാവുന്ന പാമ്പിനെ തന്റെ ഇഷ്ടപ്രകാരം നീങ്ങാൻ, പാമ്പുകളെ അതിന്റെ ഇഷ്ടത്തിന് നീങ്ങാൻ വിടാതെ തന്നെ നമ്മളുടെ കയ്യിലായിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. അപ്പൊ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിജയിക്കുന്നവൻ ആരാണ്? അവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞന്റെ വേറൊരു സവിശേഷത. സ്ഥിതപ്രജ്ഞനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്
അർജുനന്റെ ചോദ്യം. അപ്പൊ അതിനുള്ള മറുപടികളാണ്, അതിനുള്ള വിശദീകരണങ്ങളാണ് ഭഗവാൻ ഓരോരോ ശ്ലോകങ്ങളിലായി കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ കണക്ഷൻ വിടരുത്. അപ്പൊ എങ്ങനെ അപ്പൊ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു, അപ്പൊ നമുക്കറിയാം എന്ത് ഇന്ദ്രിയങ്ങള് എന്തൊക്കെ ആഗ്രഹങ്ങളും ഉള്ളിലുണ്ടെങ്കിലും ശരി. ഇപ്പൊ പ്രമേഹം രോഗിയോട് മധുരം കഴിക്കരുന്നു, പക്ഷെ അയാൾക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതൊക്കെ എങ്ങനെ അടിച്ചമർത്തി അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെങ്ങനെയാ അപ്പൊ നമുക്ക് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹരിനാമ മഹിമ എന്ത് എല്ലാ ദിവസവും നമ്മൾ തന്നെ ഏറ്റവും എളുപ്പ വഴി അതാണ്, ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാന്റെ നാമം ജപിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധി വരുത്തുക. ആ നാമം അതുപോലെ തന്നെ അപ്പോ ഇത് എന്തിനാണ് അതിലേക്ക് നമ്മൾ അങ്ങോട്ട് തോറും നമുക്ക് ഈ വക ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതിനോടൊക്കെ ഒരു വിരക്തി തോന്നാനും ഒക്കെ വഴി. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ സ്വാധ്യായങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കും അല്ലെ? ഏകാദശി വ്രതം ഇപ്പോ അങ്ങനെയുള്ള ഇതുകളൊക്കെ എടുക്കും. രണ്ട് ഏകാദശി ഇതെടുക്കും. അതുപോലെ തന്നെ പല പല ആ, ഇതുകളും ഒക്കെ നമുക്ക് നമ്മുടെ ഇതിൽ വരും. അപ്പൊ അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങള്, അതുപോലെ തന്നെ ഭഗവാന്റെ രൂപം കൂടുതൽ ദർശിച്ച് ഭഗവാനെ ആരാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിലേക്കും നമ്മുടെ മനസ്സ് തിരിയാനുള്ള ഒരു ഇതുണ്ടാവില്ല. ആ ഉന്നതമായുള്ള ഒരു സംതൃപ്തി അല്ല ഒരു ആഹ്ലാദം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ആമയുടെ ഉദാഹരണം പറഞ്ഞ ഭഗവാൻ അതിലും ഗഹനമായുള്ള ഒരു മനഃശാസ്ത്രം വീണ്ടും നമുക്ക് പറഞ്ഞു തരണം 59-ാമത്തെ ശ്ലോകത്തിലെ വിഷയാവിനിർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദുഷ്ട നിവർത്തതേ. സുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. ഇതന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ നല്ല കൃഷ്ണപ്രസാദം കഴിക്കുന്ന ഒരാൾക്ക് മോശം ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പൊ അപ്പൊ അതായത് ഇങ്ങനെയുള്ള കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഭക്തിയുത സേവനത്തിലേക്ക് ഇടപെടുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് കഴിയും. അപ്പൊ അതാണ് ആത്മനിയന്ത്രണം ഉണ്ടാക്കാനുള്ള വഴി. 60-ാമത്തെ ശ്ലോകത്തില് യതദോഹ്യപി കൗന്ദേയ പുരുഷസ്യായുപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ഉണ്ടാ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല, വളരെ കഠിനമായുള്ള കാര്യമാണ്. ഒരെണ്ണം ഇത് ചെയ്യുമ്പോ ഇപ്പൊ നാക്കിനെ നിയന്ത്രിക്കുക. നമുക്ക് അറിയാം ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ നമുക്ക് കഴിക്കാൻ നാക്കിന്റെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പലതും കഴിച്ചു പോകും. അതുപോലെ തന്നെ കണ്ണിന് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ഇത് ചെയ്യും. നമ്മുടെ സമയവും മനസ്സിനെയും കേടാക്കുന്ന കാര്യങ്ങളുണ്ട്. ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഓരോ അവയവവും എന്തിനൊക്കെ പ്രയോഗിക്കണം എന്നുള്ളത് നമ്മളൊരു പാട്ട് തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ? നാവെന്തിനു തന്നു ഭഗവാൻ, കണ്ണെന്തിനു തന്നു, കൈ എന്തിനു തന്നു, നമ്മുടെ പാദങ്ങൾ എന്തിനു, ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം എന്തെന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അതിനാണ് നവവിധ ഭക്തി എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ഈ ഈ ഭക്തിയിലൂടെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു അംബരീഷ് മഹാരാജാവിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോരോ അവയവങ്ങളും ഈ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങള് നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതികഠിനമായുള്ള കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കാൻ ഈ ഭക്തിയുത ഭഗവത് സേവനം കൊണ്ട് സാധിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്ലോകം 61.
താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരാ വശേഹീയസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഇത് തന്നെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. ഇന്ദ്രിയങ്ങളെ അപ്പൊ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുക. അതാണ് മത്പരഹ എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മത്പരഹ എന്ന് വെച്ചാല് എന്നിൽ മനസ്സുറപ്പിക്കുക, എന്നിൽ മനസ്സൂന്നുക. അതാണ് ഏത് വിധേനയും പല മാർഗങ്ങളുണ്ട് അല്ലെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയൊക്കെ പല മാർഗങ്ങളുണ്ട്. ഭഗവാനെ സേവിക്കുന്ന പല മാർഗങ്ങൾ. ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിന്റെ ഒരു വ്യക്തിയാണ് അംബരീഷ് മഹാരാജാവ്. അപ്പൊ അതുപോലെ നമുക്കും ഓരോരോ മാർഗങ്ങളിലൂടെ കീർത്തനം ചെയ്തും ഭഗവാനെ സ്മരിച്ചും ഒക്കെ നമുക്ക് ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ഈ വേണ്ടാത്ത ചിന്തകളെ ഇതിനൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് ഇതാക്കാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ അപ്പൊ ഇന്ദ്രിയങ്ങളെ ഭഗവാനിൽ സമർപ്പിക്കാത്ത പക്ഷം ഇനി എന്താ സംഭവിക്കുക? അപ്പൊ ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് എങ്ങനെയൊക്കെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, എങ്ങനെ ഭഗവാനിൽ മനസ്സൂന്നണം, മത്പരനാവണം, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയുന്ന ശ്ലോകത്തില് ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിൽ സമർപ്പിക്കാത്ത പക്ഷം എന്താ ഉണ്ടാവുക? അപ്പൊ അതൊരു ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമുക്കറിയാം. അതിനൊരു വിപരീത ഫലമാണ് ഉണ്ടാവുക. അപ്പൊ അതും ഭഗവാൻ പറഞ്ഞ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം എന്താ ഉണ്ടാവുക? 62-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്ക. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാത് ക്രോധോഭിജായതേ. അതായത് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യനെ എങ്ങനെ പടിപടിയായി നിലം പതിക്കുന്ന ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതിന്റെ വിശദീകരണമാണ് ഈ ശ്ലോകം. എങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു കാര്യം, ഒരു ആവശ്യമുള്ള നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നടത്തണം, ഇത് നടത്തണം, അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ അല്ലേ. വാൺസ് ആർ അൺലിമിറ്റഡ് എന്നറിയോ. എത്ര വേണമെങ്കിലും നമുക്ക് ചിന്തിച്ച് നടക്കാത്ത കാര്യമാണെങ്കിലും പോലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയുള്ള രുചിയുള്ള ഭക്ഷണമാവാം, അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങള്, അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളെ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള കാമനകളൊക്കെ മനസ്സിലുണ്ടാവുമ്പോ അതിങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുമ്പോഴെന്തും ആവർത്തിച്ചാകുമ്പോൾ അത് സ്ഥിരമായി പോവും അല്ലെ. മനസ്സിൽ വേരുറക്കും. അങ്ങനെ അതിന്ന് ആസക്തി ഉണ്ടാവും. അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ആ ആസക്തി പിന്നെന്താ, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു രസം. ഒരു മദ്യപാനിയുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. ചെറിയൊരു ഉദാഹരണമാണത്. അങ്ങനെ അപ്പൊ അതില്ലാതെ പറ്റില്ല. മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അതില്ലാതെ പിന്നെ അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തും. പിന്നെ ആ വസ്തു ഏത് വിധേനയും, ചിലപ്പോൾ പണമില്ലാത്ത ആളായിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണണം അല്ലെ. ഇതൊക്കെ കിട്ടാത്ത കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരെങ്ങനെയും പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിക്കും. അതിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞത് കൂടുതൽ വിഷമങ്ങളാവും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ ആ വസ്തുവിനെ സ്വന്തമാക്കാനുള്ള കഠിനമായ ആഗ്രഹമാണ് കാമം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കിട്ടാതെ വരുമ്പോഴെന്താവും? ക്രോധം ഉണ്ടാവും. അത് നമ്മളെ സാധിക്കാതെ വരുമ്പോ നമുക്ക് ക്രോധം ഉണ്ടാവും. ആ ക്രോധമാണ് നമ്മളെ ഏതു വിധേനയും നമ്മളെ നശിപ്പിക്കാനുള്ള മാർഗമായിട്ട് മാറുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ഭഗവാനിൽ മനസ്സ് അർപ്പിക്കാഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ഈ 62 തുടങ്ങിയുള്ള ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആസക്തി ഉണ്ടാവുന്നു. ആസക്തിയിൽ നിന്ന് കാമവും, കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ പിന്നെ നമ്മുടെ എല്ലാ താളവും തെറ്റും. അധപതനം തന്നെ അയാളുടെ അവസ്ഥ. അപ്പൊ 63-ാമത്തതിൽ എന്താണെന്ന് തോന്നുന്നത്, ഈ ക്രോധം എങ്ങനെ ഒരുവന്റെ ബുദ്ധിയെ പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നു. ക്രോധത്തിനെ ശരിക്കും അടിവരായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ക്രോധാദ്ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ?
അത് ഒരു ഈ ക്രോധത്തിൽ നിന്ന് ക്രോധം വന്ന് അപ്പൊ ക്രോധം വരുന്ന വഴിയൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഈ ക്രോധത്തിൽ നിന്ന് സമ്മോഹം ഉണ്ടാവും. സമ്മോഹം എന്ന് വെച്ചാൽ എന്താണ്? തെറ്റും ശരിയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആരാണ് മുന്നിലുള്ളത്? അച്ഛനാണോ, അമ്മയാണോ, അല്ലെങ്കിൽ പെങ്ങളാണോ? അതൊന്നും നോക്കില്ല. അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടാവില്ല. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും ഒരു ഇല്യൂഷൻ. അതിൽ നിന്ന് ഓർമ്മപ്പിഴ. പിന്നെന്താ? ഓർമ്മശക്തി ഉണ്ടാവില്ല. ഓർമ്മപ്പിഴ. ഓർമ്മപ്പിഴയിൽ നിന്ന് പിന്നെന്താ? കംപ്ലീറ്റ് ബുദ്ധി അങ്ങ് നശിച്ചു പോകും. ബുദ്ധി നാശത്താൽ വീണ്ടും എന്താ ഉണ്ടാവുക? ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ഇവിടൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു മദ്യപാനി അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയ ഒരാളെ, അല്ലെങ്കിൽ ഒരു സ്ത്രീലമ്പടനായ ഒരു വ്യക്തിനെ, ഇവരൊക്കെ കുറിച്ച് നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനൊക്കെയുള്ള നല്ലൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ക്രോധം വരാനുള്ള കാരണം പറഞ്ഞു. പിന്നെ ക്രോധം കൊണ്ടുണ്ടാവുന്ന ദോഷം ആണ്. അവസാനം എന്താണ്? സ്മൃതിനാശം. നാശം സംഭവിക്കുകയാണ്. 63-ാമത്തെ ശ്ലോകം വളരെ വിശദമായിട്ട് തന്നെ ഭഗവാൻ പറഞ്ഞു തന്നു. അപ്പോ എന്താണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്? ശ്രീല പ്രഭുപാദര് ഇവിടെയാണ് നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ പ്രാധാന്യം പറയേണ്ടത്. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദര് വളരെയധികം ഇതാക്കി എടുത്തു കാണിക്കുന്നുണ്ട്. കൃഷ്ണനിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഭക്തന്റെ മനസ്സിന് എന്ത് സംഭവിക്കില്ല? പതനത്തിന്റെ പടവുകളിലേക്ക് വീഴാതെ കാത്തുരക്ഷിക്കും ഭഗവാൻ. ഭഗവാൻ നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ നമുക്ക് വളരെ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകം ഈ ഭഗവത്ഗീതയിലുണ്ട്. എന്റെ ഭക്തനായാൽ മതി, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന്. അപ്പൊ അതാണ് പ്രഭുപാദര് ശ്രീല പ്രഭുപാദര് ഈ ഭാവാർത്ഥത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കൃഷ്ണാവബോധത്തിൽ മനസ്സൂന്യവന്, അല്ലെങ്കിൽ എന്നെ ശരണം പ്രാപിച്ചവന്, ഭഗവാനിൽ ശരണം പ്രാപിച്ചവന് ഈ പറഞ്ഞ നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ദേഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രോധം മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. 64 എന്താ പറയുന്നത്? ഇന്ദ്രിയങ്ങളെ ഈ പറഞ്ഞ ഇതിന് വിപരീതമായിട്ട് നിയന്ത്രിക്കാൻ പഠിച്ച ഒരാൾക്ക് ലഭിക്കുന്ന മഹത്തായ ഫലത്തെ കുറിച്ചാണ് ഭഗവാൻ 64 പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം വരുത്തി. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം വരുത്താത്ത ഒരാൾക്ക് ഉണ്ടാവുന്ന ക്രോധം പറഞ്ഞു, ക്രോധത്തിന്റെ ഉണ്ടായുള്ള ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പറയുന്നത് 64 തുടങ്ങി പറയുന്നത്, ഇങ്ങനെ നിയന്ത്രണം വരുത്തിയ ഒരാൾക്കുണ്ടാവുന്ന ഫലം, ഗുണം എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് ഭഗവാൻ എടുത്തു വെച്ചിരിക്കുന്നത്, അവരുടെ മഹത്തായ ആ ഫലത്തെ കുറിച്ച് ഭഗവാൻ പറയുകയാണ്. എന്താണ്? രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യവിധയാത്മാ പ്രസാദമധിഗച്ഛതി. അതായത് രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. ഈ ഭഗവാൻ പറഞ്ഞ പോലെ എങ്ങനെ കൃഷ്ണാവബോധത്തിലൊക്കെ ഉറച്ച് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുന്ന ഭക്തിയോഗം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ എന്തുണ്ടാവും എന്ന് പറയുന്നത്? അനുഗ്രഹവും കാരുണ്യവും ലഭിച്ച അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? അനുഗ്രഹവും കാരുണ്യവും ലഭിക്കും. അങ്ങനെ കാരുണ്യവും അനുഗ്രഹവും ലഭിച്ച ഒരാളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? അതാണ് 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പരിവദിഷ്ടതേ. അപ്പൊ എന്താണ്? കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഭഗവാന്റെ അനുഗ്രഹം എന്താ മഹത്തായ ഇതെന്ന് നോക്കാം. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 തരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ത്രിവിധ ക്ലേശങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഇത് നമുക്ക് ഉണ്ടാവും. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അങ്ങനെ ഈ ഈ സംതൃപ്തമായ ഈ അവസ്ഥയില്, ഇതൊരു നിസ്സാര കാര്യമല്ല അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷമങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റാത്ത, നേരിടേണ്ടി വരാത്തൊരവസ്ഥ നമുക്ക് ഈ കൃഷ്ണാവബോധം വഴി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു മടിക്കണം?
നമ്മൾ ഈ പറഞ്ഞ നാമജപവും ഈ വ്രതാനുഷ്ഠാനങ്ങളും ഇതിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ഇത് അനുഷ്ഠിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മതി. ഇതിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. അപ്പം അതല്ലാത്ത പക്ഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യം. എന്താ? ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ലഭിച്ച ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് 69ാമത്തെ ശ്ലോകത്തില് യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേ. സർവജീവജാലങ്ങൾക്കും, അല്ല, സോറി സോറി, ഞാൻ വിട്ടു. ആ, 66ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന. ഞാൻ എന്നെ തെറ്റിപ്പോയപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ആരും ഇങ്ങനെ യാതൊരു റിയാക്ഷനും ഇല്ല. ഞാൻ 65ാമത്തെ ശ്ലോകത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. അപ്പൊ ഒരാളും എന്നെ കറക്റ്റ് ചെയ്തില്ല കേട്ടോ. പറയുന്നത് മാത്രം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാ ഭാവയത ശാന്തിരശാന്തസ്യ കുതാ സുഖം. പരമപുരുഷനുമായി കൃഷ്ണാബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യ ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ? അപ്പോ ഇപ്പൊ മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, 64ാമത്തെ ശ്ലോകം തുടങ്ങി ഭഗവാന് ഈ കൃഷ്ണാവബോധത്തിൽ അടിയുറച്ചവർക്ക് ഉണ്ടാവുന്ന ഭഗവാന്റെ കാരുണ്യം എങ്ങനെയൊക്കെ വരുന്നെന്നുള്ളതാണ്. അപ്പൊ പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്ത അവന് ദിവ്യ ബുദ്ധി ഉണ്ടാവില്ല. അപ്പോ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ട ഒരാൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണ്? അവർക്ക് ദിവ്യ ബുദ്ധിയാണ്. അതുപോലെ ഉറച്ച മനസ്സുണ്ടായിരിക്കും. അതുപോലെ അങ്ങനെ അല്ലാത്തവർക്ക് സമാധാനം എന്ന് പറയുന്നത് ഇല്ല. സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സുഖം ഉണ്ടാവില്ല അല്ലെ? അതിങ്ങനെ ഭഗവാൻ ചോദിക്കാണ്, സമാധാനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എവിടെ സുഖം ലഭിക്കുക എന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പൊ 67ാമത്തെ ശ്ലോകം നമ്മുടെ മനസ്സ് എത്രത്തോളം അപകടകാരിയാണെന്നും അത് എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്നും ഭഗവാൻ ഈ ഒരു ഒരു ഉപമ പറഞ്ഞു തന്നിട്ട് നമുക്ക് വിവരിക്കണാണ് ഈ 67ാമത്തെ ശ്ലോകം. അതെന്താന്ന് നോക്കാം. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോന്യോ വിധീയതേ തദസ്യാഹരതി പ്രജ്ഞാം വായുർനാവാമിവാംബസീം. അതായത് വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചുഴയ്ക്കുന്നു. അതായത് ഒരു തോണിക്ക് കൃത്യമായുള്ള ഒരു ദിശ ഉണ്ട് അല്ലെ? അത് നമ്മൾ നയിക്കുന്നിടത്ത് പോകും. അതേസമയം അത് കാറ്റ് വീശിയാല് തോണി എന്തായിരിക്കും? നല്ലൊരു കാറ്റ് വീശി ആ തോണിയുടെ നിയന്ത്രണം ഇടും അല്ലെ? അതിങ്ങനെ ആടി ഉലഞ്ഞ് എവിടേക്കോ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഇത് പോകും. അതുപോലെയാണ് നമ്മള് എത്ര ബുദ്ധിമാന്മാരായാലും ഇന്ദ്രിയങ്ങൾ വഴി തെറ്റിക്കഴിഞ്ഞാൽ, നല്ല ബുദ്ധിയുള്ള നമുക്കറിയാം അല്ലെ? വലിയ വലിയ പണ്ഡിതന്മാര്, എന്തിനു പറയുന്നത്, നമ്മുടെ മഹർഷിമാര് തന്നെ നമ്മുടെ അവരെ തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് രംഭ, മേനക, തിലോത്തമ അങ്ങനെയുള്ള കുറെ അപ്സരസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? വിശ്വാമിത്രനെയൊക്കെ വഴിതെറ്റിച്ചത്. ആ അപ്പൊ അങ്ങനെ നമ്മൾ എത്ര ശക്തരായാലും നല്ല ജ്ഞാനിയാണെങ്കിലും നല്ല ബുദ്ധിജീവികളാണെങ്കിലും ശരി, നമ്മുടെ ഇന്ദ്രിയങ്ങള് വഴിതെറ്റിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു ഒരു ഒരൊറ്റ ഇന്ദ്രിയം മതി അല്ലെ? ഇന്ദ്രിയങ്ങളെ ഭൗതിക വിഷയങ്ങളിൽ വിടാതെ ഭഗവത് സേവനത്തിൽ തളച്ചിടുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ മാർഗം. അതുകൊണ്ട് ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു 68ാമത്തെ ശ്ലോകത്തില്. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അതുകൊണ്ട് കൈക്കരുത്തുള്ളവനെ, ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറാൻ
കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോ ഭഗവാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയണം. അതുകൊണ്ട് ആ, 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 അർജുനനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അർജുനൻ നല്ല കൈക്കരുത്തുള്ളവനാണ് അല്ലേ, നല്ല സിക്സ് പാക്ക്, നല്ല ഇത്, നല്ല ഫിറ്റ് ആയിട്ടുള്ള ആളാണ്, കൈക്കരുത്തുള്ളവനെ ഇതൊക്കെ കൊണ്ട് യുദ്ധം തോൽപ്പിക്കാനൊക്കെ കഴിവുള്ളവനാണ്. പക്ഷേ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ കഴിവുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പോ അർജുനന് ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നീ ഇങ്ങനെയുള്ള ഇതിന്നൊക്കെ മനസ്സ് മാറ്റി എന്ത് വേണം, ഇന്ദ്രിയ നിയന്ത്രണം വരുത്തി ഒരു സ്ഥിതപ്രജ്ഞനാവണം. അങ്ങനെ ശത്രുക്കളെ തോൽപ്പിക്കാൻ അർജുനന് കരുത്തുണ്ടെന്ന സൂചന പറയാണ്. എന്നാൽ എന്താണ്, സ്വന്തം ഇന്ദ്രിയങ്ങളെ തോൽപ്പിക്കാൻ അതിലും വലിയ കരുത്ത് വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ശക്തി നിനക്കുണ്ട്. അപ്പൊ നീ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ളവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറയാണ്. 69ാമത്തെ ശ്ലോകത്തിലെ യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേ. സർവ ജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ്. ഇതൊരു ഒരു ഭയങ്കര ദാർശനികമായിട്ട് ഒരു വലിയൊരു ഫിലോസഫിയാണ് ഇവിടെ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു ശ്ലോകമാണിത്. രണ്ടു തരം ബോധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ ആ, ഭൗതികമായുള്ള അല്ല, സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെ ആത്മീയമായുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാലേ. നമ്മുടെ ചുറ്റും എത്ര പേരുണ്ട്. ഇപ്പൊ ഇത് ഗീത ക്ലാസ് വെക്കുമ്പോ തന്നെ എത്ര പേരാണ് ക്ലാസ്സിന് വരുന്നത്, എത്ര എത്ര ഇതുകൾ ചെയ്തിട്ടാണ് ഇത്രയും പേരെന്നെ ഒന്ന് ഭാഗ്യവാന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട്. നിർഭാഗ്യവാന്മാരായ എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരൊക്കെ സംബന്ധിച്ച് അങ്ങനെയുള്ളവർക്ക് ആത്മീയതയെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ അങ്ങനെയുള്ള അറിവുകളൊന്നും ഇല്ല. അങ്ങനെയുള്ളവര് എന്താണ്, ഒരു തരം ഇരുട്ടിലാണ് അവരിയ്ക്കുന്നത്. അതേസമയം ഈ ആത്മീയതയെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും ആത്മബോധമുള്ളവര് എന്താണ്, അങ്ങനെയുള്ള ദിവ്യ മായുള്ള കാര്യങ്ങൾ, ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, അല്ല ഭക്തിയുത സേവനത്തിൽ ഭഗവാന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന അവർക്ക് ഇത്, ഇവര് ഇരുട്ടിലായിരിക്കുമ്പോൾ, ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലാതെ ഇവര് ഇരുട്ടിലായിരിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ ഉണർന്നിരിക്കുന്ന എല്ലാവർക്ക് അത് പകലാണ്. ഇവരുടെ രാത്രി ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പകലാണ്. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്കറിയാം, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ഈ കൃഷ്ണാവബോധത്തില് ഏർപ്പെട്ടിട്ടുള്ള ഭക്തരെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. അവര് രാവിലെ 3 മണിക്കും ഈ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ധ്യാനങ്ങളെല്ലാം ചെയ്യണം, മംഗളാരതി ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ നേരത്തെ കിടന്നുറങ്ങും. അതുപോലെ തന്നെ നേരത്തെ ഉണരും. ഈ പറഞ്ഞ പോലെ 3 മണിക്ക് എഴുന്നേറ്റും. ഈ നേരത്തെ 9 മണിക്കോ 9 മണിക്ക് 10 മണിക്കുള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്തും ഈ വക ചിന്തകളൊന്നുമില്ലാത്ത, ഭൗതിക താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ ആത്മീയ ചിന്തകളില്ലാത്ത അവര് രാത്രി മുഴുവൻ സിനിമ കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടോ അവരവരുടെ സമയം ഇങ്ങനെ കഴിയും. അപ്പോ ഈ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്. അപ്പോ അവര് ഉറക്കമൊഴിച്ചിരിക്കുമ്പോൾ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ആളുകള്, അവർക്കത് രാത്രി, മറ്റവർക്കത് പകലാണ്. അവർക്ക് അതിനെ കുറിച്ചിട്ട് ബോധമില്ല. അതേസമയം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതുപോലെ തന്നെ ഈ മറ്റവര് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവര് വീണ്ടും ധ്യാനങ്ങള്, അതുപോലെ തന്നെ ഈ ആരാധന, അല്ലെങ്കിൽ തുളസി വന്ദനം, ഇങ്ങനെ ഓരോ, അല്ലെങ്കിൽ കീർത്തനങ്ങൾ, സ്വാധ്യായങ്ങൾ, ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ രണ്ടും നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. ഭൗതിക ചിന്തയുള്ളവരുടെ രാത്രി എന്ന് പറയുന്നത് ആത്മീയ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുള്ളവരുടെ പകലാണ്. തിരിച്ചും അങ്ങനെയാണ്. അവരുടെ ആത്മീയ ചിന്തകളിലുള്ളവരുടെ രാത്രി ഇവർക്ക് പകലുമാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അപ്പൊ സാധാരണ മനുഷ്യർ ലൗകിക ആവശ്യങ്ങളും സുഖത്തിനും ഇതിനും വേണ്ടിയിട്ടൊക്കെ രാപ്പകൽ കിടന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ജ്ഞാനിക്ക് ഇതൊന്നും, ഈ ലൗകിക ആവശ്യങ്ങളൊന്നും അവർക്ക് ഇല്ല. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ അവർ ഉറങ്ങുന്നവനെ പോലെ ഇതായി മാറുന്നു.
ഭൗതികതയിൽ ചിന്തിക്കുന്നവർക്ക് രാത്രി ഏഹ്, ഏഹ്, രാത്രി മറ്റവരുടെ പകലായിട്ട് മാറും. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചിട്ട് ബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. മനസ്സിലായി കാണുന്ന വരുന്നു. ശ്ലോകം 70 എന്താ പറയുന്നത്? ആപൂര്യമാണാമജലപ്രതിഷ്ഠാം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ. എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൽക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത്. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല. കൃഷ്ണ കോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരാളെ എന്തിനോട് സമുദ്രത്തോട് ഉപമിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ഏത് തരത്തിലുള്ള എന്ത് ഉം, ഇന്ദ്രിയ വിഷയങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും എങ്ങനെ ഒരാൾക്ക് സമുദ്രത്തെ പോലെ ശാന്തനാകാം എന്ന് വിശദീകരിക്കുകയാണ് അത്. അതായത് കൃഷ്ണാവബോധത്തില് ഭൗതികമായ ലാഭനഷ്ടങ്ങളിലൊന്നും ഉലയാതെ നിൽക്കാൻ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഒരാള് പ്രാപ്തനായിരിക്കും. മനസ്സിലായ? ഭൗതികമായ ലാഭനഷ്ടങ്ങളിലൊന്നും അയാൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായാലൊന്നും ഉലയാൻ പോണില്ല. അങ്ങനെയുള്ള ആള് സമുദ്രത്തിലെ നദികൾ പല വിധത്തിൽ നിന്നുള്ള നദികൾ വന്ന് ചേർന്നാലും സമുദ്രത്തിന് യാതൊരു മാറ്റം പറ്റാത്തതുപോലെ ഈ കൃഷ്ണബോധം ആർജിച്ച ആൾക്ക് എന്ത് തരത്തിലുള്ള വിഷയങ്ങൾ വന്ന് ഇതാക്കിയാലും അയാൾ അതില് സമചിത്തനായിരിക്കും. അങ്ങനെ അപ്പൊ ആ സമുദ്രത്തിന്റെ ഉപമയിലൂടെ ഭഗവാൻ നമുക്കത് കൂടുതൽ ഒരു കൃഷ്ണബോധസ്ഥനായ അല്ലെ സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി തരികയാണ്. എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ശരി, അയാൾക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായിരിക്കും. അപ്പൊ സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിയുടെ മാനസിക നില ആ, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നു. ഇനി ആഗ്രഹങ്ങളെ 72ാമത്തെ ഈ ശ്ലോകം നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ 3 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഏതാണ്? നിസ്പൃഹ. നിസ്പൃഹ എന്ന് വെച്ചാൽ നിഷ്കാമനായി ആഗ്രഹരഹിതനായ ഒരാള്. ഇതിനർത്ഥം പ്രവർത്തികൾ നിർത്തുക എന്നല്ല, മറിച്ച് പ്രവർത്തിക്കുക. തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കാതെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അത് നിസ്പൃഹ എന്നുള്ള അർത്ഥം. ഈ 71ാമത്തെ ശ്ലോകത്തിലെ 3 പ്രധാന കീ വേർഡ്സ് ആണ് ഈ പറയുന്നത്. നിസ്പൃഹനായിരിക്കുക, അതായത് നിഷ്കാമനായിട്ട് ആഗ്രഹമില്ലാത്ത അവനായിട്ട് പ്രവർത്തിക്കുക. ഭഗവാനിലേക്ക് വേണ്ടിയിട്ട് എല്ലാ എല്ലാ ആ, ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന് വേണ്ടിയിട്ട്. പിന്നെ നിർമ്മമ, എന്റെ എന്ന ചിന്തയില്ലാതെ, ഇതൊന്നും എന്റേതല്ല. ഈശോപനിഷത്തിൽ ഇത് പറയുന്നുണ്ട് അല്ലോ, ഈശാവാസ്യം ഇതം സർവ യക്കിഞ്ച ജഗത്യാം ജഗത്. ഇതൊന്നും ഈ കാണാവുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന്റേതാണ്. ഇതിലൊന്നും എൻ്റെ അല്ല. ഇതൊന്നും അല്ല. ഒരു മമതാബോധം ഇല്ലാതെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തുള്ളതിന്റെ എല്ലാം ഉടമസ്ഥൻ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാല് നമുക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും വലിച്ചു കൂട്ടി ശേഖരിച്ചു വെക്കാനൊന്നും തോന്നില്ല. അപ്പൊ ആ കാര്യം ഇല്ലാതാക്കണം. പിന്നെ എന്താ? നിരഹങ്കാരം, അഹങ്കാരം ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ളവർക്ക് എന്താ ഉണ്ടാവാ? ശാന്തി മതി ഗച്ഛതി. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ശാന്തി ഉള്ള ഇങ്ങനെയുള്ളവർക്ക് ശാന്തി നേടാൻ കഴിയും. അങ്ങനെയുള്ളവർക്കാണ് ശാന്തി നേടാൻ കഴിയുന്നുള്ള 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ഈ 71ാമത്തെ ശ്ലോകം ഭഗവാൻ അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇനി ശ്ലോകം 72 എന്താണ്? ഇതോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഈ ശ്ലോകം ആണ് ഇതിന്റെ എന്താണ് ഇതിന്റെ പ്രാധാന്യം നോക്കുക. ഏഷാ ബ്രഹ്മസ്ഥിതി പാർത്ഥാനൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിതാ സ്യാത് ആമന്തകാലേ അപി ബ്രഹ്മനിർവാണമച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി, അതായത് ബ്രഹ്മസ്ഥിതി. 3 കാര്യങ്ങൾ ഇവിടെയും പറയുന്നു. ബ്രഹ്മസ്ഥിതി, സ്പിരിച്വൽ സ്റ്റാറ്റസ്, അതായത് ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തനായി ഭഗവാന്റെ സേവനത്തിൽ മുഴുകുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ എത്തിയാല്
എന്താ ഉണ്ടാവുക, പിന്നെ നമുക്ക് മോഹം ഉണ്ടാവില്ല. എങ്ങനത്തെ അവസ്ഥയില് ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ള എല്ലാ ആഗ്രഹങ്ങള്, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങള്, ഇതിനൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മുക്തനായി കഴിഞ്ഞിട്ട് എന്താവണം, ഭഗവാന്റെ സേവനത്തില്, ഭഗവത് സേവനത്തിന് നമ്മൾ ശ്രദ്ധ, ഇന്ദ്രിയങ്ങളെ എല്ലാം, മനസ്സും ഇന്ദ്രിയങ്ങളെ ഒക്കെ നമ്മൾ അതിലർപ്പിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അതിനെയാണ് ആധ്യാത്മിക സ്ഥിതി അല്ലെങ്കിൽ ബ്രഹ്മസ്ഥിതി. ബ്രഹ്മസ്ഥിതി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏഷാ ബ്രഹ്മസ്ഥിതി. ആ അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവും, വിമുഹ്യത ഉണ്ടാവും, മോഹം ഉണ്ടാവില്ല. മോഹങ്ങളൊന്നും നമുക്ക്, നമ്മള് ആഗ്രഹങ്ങളൊന്നും വെച്ച് അങ്ങനെ ഇതുണ്ടാവില്ല. ഇത് ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. അങ്ങനെ ഉള്ള ഈ സ്ഥിതി നമ്മുടെ അന്ത്യകാലത്തിലും തുടർന്നാല് നമ്മളെ എവിടെ എത്തും, അന്ത്യകാലത്തിലും നമ്മൾ ഈ സ്ഥിതിയിൽ തന്നെ നിലനിർന്ന്, ഈ ബ്രഹ്മസ്ഥിതിയിൽ നിലനിന്നാല് ബ്രഹ്മനിർവാണം ഉച്ചതി, നമ്മള് ഭഗവത്ധാമത്തിൽ എത്തിച്ചേരും. അതായത് പുനർജന്മമില്ലാത്ത ഒരു 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 ഒരവസ്ഥ നമുക്ക് വന്നു ചേരും. അപ്പൊ ഇതോടെ ഈ ഇത് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് 4 ഘട്ടങ്ങളാണ്, പല പോയിന്റ്സും നമ്മൾ പറഞ്ഞു. അതായത് ഒരു സ്ഥിതപ്രജ്ഞന്റെ ജീവിത വിജയം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു. അപ്പോ എന്താണ് അതില്, ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, സമചിത്തത, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഏതവസ്ഥയിലും നമ്മൾ മനസ്സ് സമചിത്തതയായിരിക്കണം. അതുപോലെ അനാസക്തി, ഒന്നിനോടും അനാസക്തിയായിട്ട് ഇരിക്കണം. അത് രാഗ, ഭയം, ക്രോധം അതിൽ നിന്നൊക്കെ മുക്തനാവണം. അതിനാണ് ആമയുടെ ഉപദേശം പറഞ്ഞത് ഭഗവാൻ. പിന്നെന്താണ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ കാര്യം പറഞ്ഞു, വീഴ്ചയുടെ പടവുകളെ കുറിച്ച് പറഞ്ഞു. ഏതാ 62 തുടങ്ങി 63 ശ്ലോകങ്ങളിൽ കൂടെ പറഞ്ഞു മനുഷ്യൻ അധപ്പതിക്കുന്നതിനുള്ള കാരണം ആസക്തി, കാമം, ക്രോധം, സമ്മോഹം, സ്മൃതിഭ്രംശം, ബുദ്ധിഭ്രംശം. അങ്ങനെയുള്ളവർക്ക് നാശാണ്, അവന്റെ അധപ്പതനാണ് അതോടെ ഉണ്ടാവുക. അപ്പൊ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു, ഇതാക്കി പറഞ്ഞു. എങ്ങനെയൊക്കെയാണോ, എന്ത് വേണം, നമ്മൾ ഇന്ദ്രിയ നിയന്ത്രണം വേണം, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങളെ വെടിഞ്ഞ് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയെന്നെല്ലാം നമ്മൾ കണ്ടു. ഇത്രയും നേരം അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തെങ്കിലും ഇതൊക്കെ നമ്മളുടെ ആവശ്യമാണ്, നമ്മളുടെ പരിപൂർണമായ ജീവിതത്തിന് അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഒരു ഭക്തൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഇന്ദ്രിയങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് കാണിച്ച് കാണിച്ച് തന്ന് നമ്മുടെ ജീവിതം പരിപൂർണതയിലേക്ക് ഉള്ള വഴി കാണിച്ചു തരാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് ചെയ്തു തന്നത്. അർജുനനെ ഒരു പ്രതിയാക്കിയിട്ട് ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇത് ശരിക്കും ഈ 2ാമത്തെ അധ്യായം നമുക്ക് പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫിലേക്ക് പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ആർഭാട ജീവിതം ഇതൊക്കെ മാറ്റി നമ്മള് കൃഷ്ണാവബോധം. എന്തിനാ ഇപ്പൊ നമ്മൾ ക്ലാസ്സിന് മുന്നേ നാമ മഹാത്മ്യം, ഗീത മഹിമ, ഇതൊക്കെ നമ്മളിപ്പോ കേട്ട് ഇരിക്കണതൊക്കെ, ഇതൊന്നും നമ്മൾ ഇതിൽ കൂടെ കേട്ട് കളയാനുള്ളതല്ല. ഇതിന്റെയൊക്കെ സത്തയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം ഈ ഗീതയിലെ പറഞ്ഞുള്ള ഇതുകളൊക്കെ ജീവിതത്തിലൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതേനെ ഇങ്ങനെ ലൈഫിന്റെ മാനുവലായിട്ട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോ ഇത്രയും നല്ല അർജുനൻ ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് നമുക്കും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റി. തുടർന്നും അടുത്ത അധ്യായത്തിലൂടെ വീണ്ടും വീണ്ടും അർജുനൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആയിരുന്നു. മാതാജി ആദ്യം മുതൽ റീക്യാപ്പ് ചെയ്തു. ഈ 2nd ചാപ്റ്റർ മൊത്തം മാതാജി റീക്യാപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ നല്ലതായിരുന്നു അത്. എസ്പെഷ്യലി നമ്മുടെ ബുദ്ധി എങ്ങനെ ക്ഷയിച്ചു പോകുന്നു, അതിന്റെ ആസക്തി, അല്ലെങ്കിൽ നമ്മൾ ഒരു കാമം, ക്രോധം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ മാതാജി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഒരു കുടിയന് അല്ലെങ്കിൽ മദ്യപാനിയുടെ ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുമ്പോ തന്നെ നമുക്ക് ഇതറിയാം അല്ലെ. ഇപ്പോഴത്തെ പിള്ളേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അത് കിട്ടിയില്ലെങ്കിൽ അവർ
ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ ഇത് പറയുന്ന പോലെ ഈ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് അത് സംഭവിക്കുന്നത്. കാമം വന്ന, ക്രോധം വന്ന പിന്നെ ബുദ്ധിനാശം പ്രണശ്യതി. ആ സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റും കാണുന്നത്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഈ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അത്രേ നന്നായിട്ട് മാതാജി വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു മാതാജി. എല്ലാവർക്കും വേണ്ടി മാതാജിയോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്ത് സംശയമാണെങ്കിലും ചോദിച്ചോളൂ. ഈ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിവേ എല്ലാവർക്കും അത് ഇത് നമ്മുടെ ഭഗവത്ഗീത യഥാരൂപവും വീട്ടിലുണ്ടെങ്കിൽ അതൊന്നുകൂടെ നിങ്ങൾ വീട്ടിൽ വായിക്കണം. ദിവസവും ഈ ഇവിടെ എടുക്കുന്ന ഈ 20 ശ്ലോകങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. നമ്മൾ ഇത് കേട്ട് ഇതിലെ വിടുന്ന കാര്യമല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മുടെ ഈ ഭഗവത്ഗീതയിലും എസ്പെഷ്യലി ഈ സെക്കൻഡ് ചാപ്റ്ററിലും ഉള്ളത്. അപ്പോൾ ഈ യഥാരൂപം പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഭഗവത്ഗീത കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് വായിക്കണം. ഓക്കെ, അപ്പോ സംശയം ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കെന്നാല് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഗീതാ മഹാത്മ്യം പറഞ്ഞ ഭൂദേവി ദേവി മാതാജിയോടും ഹരിനാമ മഹിമ പറഞ്ഞ രുക്മിണി പ്രേമ മാതാജിയോടും പിന്നെ ഇപ്പോ ശോജ മാതാജി ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. മാതാജിയോട് ഇസ്കോൺ കൊച്ചിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അടുത്തത് നമുക്ക് ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് പോകാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപൂർവക്ഷഃ ശീലതങ്കാനകാലായേ യതോ നൃസിംഹോ പരതോ നൃസിംഹോ യതോ യാമി തതോ നൃസിംഹോ ബഹിർനൃസിംഹോ ഹൃദയേ നൃസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരീനഖ അദ്ഭുത ശൃംഗ ദളിത ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരിരൂപം ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നൃസിംഹദേവ് ജയ നൃസിംഹദേവ് നൃസിംഹദേവ് ജയ നൃസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി ജയ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ ലക്ഷ്മി നരസിംഹ ജയ ലക്ഷ്മി നരസിംഹ प्रहलाद महाराज की जय, नरसिंह भगवान की जय, श्रील प्रभुपाद की जय. ഹരേ കൃഷ്ണ. All glories to assembled devotees. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. അനന്ത കോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ മീറ്റ് ചെയ്യാം. സോ ശുഭരാത്രി. എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ.